പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. വാട്ട് ഈസ് മീൻ ബൈ സർവീസ്? എന്താണ് സർവീസ് എന്ന് പറയുന്നത്? സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവനങ്ങൾ. എന്താണ് സേവനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. Those things which are invisible and intangible but can be experienced and can satisfy human wants are called service. അപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. അതിലെന്താ പഠിച്ചത്? വിസിബിൾ ആൻഡ് ടാങ്ജിബിൾ എന്നാണ് ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചത്. എന്നാൽ സർവീസ് എന്ന് പറയുന്നത് സെയിം അതേപോലെ തന്നെയാണ്. ദോസ് തിങ്സ്, ഏതൊരു വസ്തു വിച്ച് ആർ ഇൻവിസിബിൾ, അത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാൻ കഴിയില്ല. ആൻഡ് ഇൻടാങ്ജിബിൾ, നമുക്ക് തൊട്ടു നോക്കാൻ കഴിയില്ല. ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്, പക്ഷേ നമുക്ക് അനുഭവിച്ചറിയാം. ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ്, മാത്രമല്ല മനുഷ്യരുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനും കഴിയുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദോസ് തിങ്സ് വിച്ച് ആർ ഇൻവിസിബിൾ, ഒരു സാധനം, കാര്യം, എന്തെങ്കിലും ഒരു സാധനം, ദോസ് തിങ്സ്, എന്തെങ്കിലും ഒരു കാര്യം വിച്ച് ആർ ഇൻവിസിബിൾ, അത് ഇൻവിസിബിൾ ആണ്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കാണാൻ കഴിയില്ല. ആൻഡ് ഇൻടാങ്ജിബിൾ, നമുക്ക് തൊട്ടു നോക്കാൻ കഴിയില്ല. ടാങ്ജിബിൾ ആയിരുന്നു ഗുഡ്സ് അല്ലേ? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇൻടാങ്ജിബിൾ, നമുക്ക് തൊട്ടു നോക്കാൻ കഴിയില്ല. ആൻഡ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്, നമുക്ക് അനുഭവിച്ചറിയാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാറ്റിൻ്റെ കാര്യം എന്താണ്? കാറ്റ്, ഇതാണ് കാറ്റെന്ന് പറഞ്ഞ് നമുക്ക് കാട്ടാൻ പറ്റില്ല, പക്ഷേ കാറ്റടിക്കുമ്പോൾ നമുക്ക് അത് അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ? അതുപോലെയാണ് എന്ത് പറയുന്നത്? സർവീസ്. ആൻഡ് ക്യാൻ സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൻസ്, മാത്രമല്ല അത് നമ്മുടെ ഹ്യൂമൻ വാൻസ് അല്ലെങ്കിൽ മനുഷ്യരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. റിഗാർഡഡ് ആസ് സർവീസ്, ഇതിനാണ് നമ്മൾ സർവീസ് എന്ന് കണക്കാക്കുന്നത് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? എന്താണ് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഉൽപാദന ഘടകങ്ങൾ. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപാദനം, ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഘടകങ്ങൾ. അപ്പോൾ എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? The production process can be completed only with the involvement of many factors. Such factors involved in the production process are called factors of production. അല്ലെങ്കിൽ നമുക്കിതിൽ സിമ്പിളായിട്ട് വേറെ ഒരു ചെറിയ സെൻറ്റൻസ് എഴുതാം. ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? അങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി കംപ്ലീറ്റഡ്, അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ഉൽപാദനം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, പൂർത്തിയാക്കണമെങ്കിൽ ഓൺലി വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മെനി ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ ആ ഒരു സെൻറ്റൻസ്? ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി കംപ്ലീറ്റഡ്, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓൺലി വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മെനി ഫാക്ടേഴ്സ്, ഒരുപാട് ഘടകങ്ങളുടെ ഫാക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. സച്ച് ഫാക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം അല്ലെങ്കിൽ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി. അടുത്ത ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിൽ. അടുത്തത് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം. മൂലധനം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് തുടങ്ങാൻ ആവശ്യമായ മണി, അതാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. അടുത്തത് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സംഘാടനം. ഇത്രയുമാണ് 4 പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് പാഡി. പാഡി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിൽ, അതേപോലെ തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് പാഡി പ്രൊഡ്യൂസിങ് സ്റ്റേജസ്? പ്ലോയിങ്, രണ്ടാമത്തേത് സോയിങ് സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റിങ് സീഡ്ലിങ്സ്, വീഡിങ്, മാനോറിങ്,
ഹാർവെസ്റ്റിംഗ്, പിന്നെന്താണ് ത്രഷിങ്, കളക്ടിങ് റൈസ് ഗ്രെയിൻസ്. എന്താണ് പ്ലോയിങ് എന്ന് പറഞ്ഞാൽ? നിലമൊരുക്കൽ എന്ന് പറയാം അല്ലേ. പ്ലോയിങ് എന്ന് പറഞ്ഞാൽ നിലമൊരുക്കൽ. അടുത്തത് സോയിങ് സീഡ്സ് എന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കൽ, അല്ലെങ്കിൽ പ്ലാന്റിങ് സീഡ്ലിങ്സ് എന്ന് പറഞ്ഞാൽ ഞാറ് നടുന്ന ആ ഒരു പ്രോസസ്സ്. ഞാറെന്ന് വെച്ചാൽ ചെറിയ നെൽച്ചെടികളെയാണ് ഞാറെന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റിങ് സീഡ്ലിങ്സ് എന്ന് വെച്ചാൽ ഞാറ് നടൽ. അടുത്തത് വീഡിങ് എന്ന് വെച്ചാൽ കള പറിക്കുക. അടുത്തത് മാനൂറിങ് എന്ന് പറഞ്ഞാൽ വിത്ത് വിതറൽ. അടുത്തത് ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ കൊയ്ത്ത്. ത്രഷിങ് എന്ന് വെച്ചാൽ കറ്റ മെതിക്കൽ. അടുത്തത് കളക്ടിങ് റൈസ് ഗ്രെയിൻസ്, നെല്ല് ശേഖരിക്കുക. ഇതാണ് പാഡി പ്രൊഡ്യൂസിങ്ങിൻ്റെ വിവിധ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ? പാഡി പ്രൊഡക്ഷൻ എന്ന പ്രോസസ്സിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ലേബേഴ്സ് എന്ന് വെച്ചാൽ തൊഴിലാളികൾ, ലേബേഴ്സ്. അടുത്ത് നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയാണ്? ലാൻഡ്, വാട്ടർ, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത്. അടുത്തത് മാൻ മെയ്ഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കൾ, അതാണ് മാൻ മെയ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണത്? ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ, സീഡ്സ്, വിത്ത്, പിന്നെ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, കൃഷിക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ, ഇതെല്ലാമാണ് മാൻ മെയ്ഡ് ഗുഡ്സിൽ വരുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾ ഏതിനു വേണ്ടിയിട്ട്? പാഡി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഏതൊക്കെയാണ്? ലേബേഴ്സ്, നാച്ചുറൽ റിസോഴ്സസ്, മാൻ മെയ്ഡ് ഗുഡ്സ്. ഇത് മൂന്നുമാണ് ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് പാഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്? ഗുഡ്സും സർവീസസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഡിഫറൻസ്? ഇതിന് നമുക്ക് ഒന്നുകിൽ ഗുഡ്സിൻ്റെ ഡെഫിനിഷനും സർവീസസിൻ്റെ ഡെഫിനിഷനും എഴുതി വെച്ചാൽ മതിയാവും. ഒരു പാരഗ്രാഫിൽ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ, അടുത്ത പാരഗ്രാഫിൽ സർവീസ് എന്താണോ അതിൻ്റെ ആ ഡെഫിനിഷൻ എഴുതി വെക്കുക. അല്ലെങ്കിൽ ഗുഡ്സ് ആർ വിസിബിൾ ആൻഡ് ടാഞ്ചിബിൾ. ഗുഡ്സ് വിസിബിൾ ആണ്, ടാഞ്ചിബിൾ ആണ്. എന്നാൽ സർവീസസ് ആർ ഇൻവിസിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ. സർവീസസ് ഇൻടാഞ്ചിബിൾ ആണ്, ഇൻവിസിബിൾ ആണ്. അത്രയേ ഉള്ളൂ. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞല്ലോ, ഇവിടെ ഒന്നുകിൽ ആ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഡെഫിനിഷൻ എഴുതുക 2 പാരഗ്രാഫായിട്ട്, അല്ലെങ്കിൽ ഇത് എഴുതിയാലും മതി. മാർക്ക് അനുസരിച്ച് നമ്മൾ എഴുതണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇവിടെ ഫിഗർ 4.2, അതായത് ഇത് ഒരു ഷൂ ഫാക്ടറിയുടെ ഫിഗറാണ്. ഇതിൻ്റെ എന്തൊക്കെയാണുള്ളത്? includes the picture of a shoe factory. Which are the factors involved in the production of shoe? ഷൂയുടെ പ്രൊഡക്ഷന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളത്? എന്തൊക്കെ ഫാക്ടേഴ്സാണ്? ബിൽഡിങ്സ്, പിന്നെ മെഷീനറി, വർക്കേഴ്സ്, ഇലക്ട്രിസിറ്റി, എൻ്റർപ്രണർ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ബിൽഡിങ്സ്, കെട്ടിടങ്ങൾ, മെഷീനറി, യന്ത്ര സാമഗ്രികൾ, വർക്കേഴ്സ്, തൊഴിലാളികൾ, ഇലക്ട്രിസിറ്റി, വൈദ്യുതി, പിന്നെ എൻ്റർപ്രണർ, സംഘാടകൻ, പിന്നെന്താണ്? പിന്നെ ഇവിടെ റോ മെറ്റീരിയൽസ് വേണം അല്ലേ? ഷൂ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു എന്താണോ അത് വേണം, അതാണ് റോ മെറ്റീരിയൽസ്. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഷൂവിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 4. നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡ് ഭൂമി, ലേബർ തൊഴിൽ, ക്യാപിറ്റൽ മൂലധനം, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സംഘാടനം അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ഓരോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ ഓരോന്നിൻ്റെയും ഓരോ ഫാക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആ ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ കേട്ടോ.